തുടങ്ങാമല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഹലോ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒന്ന് പറയാവോ? യെസ് നോ, നോ. ഹലോ, എനിക്ക് ആരുടെയും റെസ്പോൺസ് കാണുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എന്താ പറയുക കടമ അങ്ങോട്ട് നിറവേറ്റാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യുവാൻ ചി വരെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് ഷെൻചി എന്നുള്ളതാണ്. അതും ട്രൂ ചി തന്നെ പെറ്റതാണ്. നമ്മൾ ആൾറെഡി ലിസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മൾ ഈ ഒരു ചാർട്ട് കണ്ടാൽ അറിയാം, എയർന്ന് നമുക്ക് ലങ്ങിലൂടെ കോങ്ചി കിട്ടും. സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനിൻ്റെ സഹായത്താൽ ഫുഡിൽ നിന്ന് നമുക്ക് ഗൂച്ചി കിട്ടും. ഈ കോങ്ചിയും ഗൂച്ചിയുമാണ് സോങ്ചി ആയിട്ട് മാറുന്നത്. ഈ ഷോങ്ചിയിൽ വന്നിട്ട് യുവാൻ ചിയുടെ ആക്ടിൽ ഷെൻചി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഷെൻചി വന്നിട്ട് ഇൻചി ആയിട്ടും വീച്ചി ആയിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഷെൻചി എന്ന് പറയുന്നത് സോങ്ചി എന്നാണ് ഉണ്ടാവുന്നത്. യുവാൻ ചിയും സോങ്ചിയും കൂടെ ചേരുമ്പോഴാണ് ഈ ഷെൻചി കിട്ടുന്നത്. ഇതൊക്കെ ഓരോ എനർജിയുടെ പേരാണ്. ഓക്കെ, ഓരോ എനർജീനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണുന്നു എന്ന് മാത്രം, സെപ്പറേറ്റ് ആയിട്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ ഫോം ഓഫ് ചി ദാറ്റ് സർക്കുലേറ്റ്സ് ഇൻ ദ മെറീഡിയൻസ് ആൻഡ് നൊറിഷസ് ദ ഓർഗൻസ്. നമ്മൾ അക്യുപഞ്ചർ മെറീഡിയനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? അതിനകത്തൂടെയാണ് ഈ യുവാൻ ചി അല്ലെങ്കിൽ ഈ മറ്റേ ചി ട്രാവൽ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിയാണ് ഈ ഷെൻചി എന്ന് പറയുന്നത്. നമ്മൾ അക്യുപഞ്ചറും മറ്റുമൊക്കെ നീഡിൽ ചെയ്യുന്നതെല്ലാം തന്നെ ഈ ഷെൻചിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അക്യുപഞ്ചർ നീഡിൽ ചെയ്യുന്ന സമയത്ത് എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ട് റിസംബ്ലൻസ് ചെയ്യുന്നത് ഈ ഷെൻചി തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. കാരണം വെച്ചാൽ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് വരാത്തത് കൊണ്ടേ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് ഇത് വന്നിട്ട് മറ്റേ ചെസ്റ്റ് എന്നാണ്, അതായത് ലങ്ങിൻ്റെ സഹായത്താൽ. ലങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ചീ സർക്കുലേഷനിൽ, വളരെയേറെ പ്രാധാന്യമാണ് ലങ്ങിന്, ഹാർട്ടിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് മാത്രം. സോ നമ്മുടെ എനർജി സർക്കുലേഷനിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ചെസ്റ്റ് ഏരിയ. പ്രത്യേകിച്ച് നമ്മുടെ ചെസ്റ്റ് ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലങ്ങിനെയും ഹാർട്ടിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്. ആൻഡ് ശരീരം മുഴുവനും ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇൻചിയും ഉണ്ട്, വീച്ചിയും ഉണ്ട്. ഓക്കെ, വീച്ചി നമുക്കറിയാം പ്രൊട്ടക്റ്റീവ് ചീയാണ്. ഇൻചി വന്നിട്ട് ഓർഗനെ നൊറിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചീയാണ്. സോ ഈ ഷെൻചിയാണ് ഈ ഇൻചി ആയിട്ടും വീച്ചി ആയിട്ടും മാറുന്നത്. ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മറ്റേ ഷെൻചി എന്ന് വിളിക്കാം. Deficiencies indicate either an imbalance in the function of the creation of acquired chi or in declining amount of yuan chi. അതായത് ഈ ഷെൻചിയിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗാദറിങ് ചീ, അക്വേർഡ് ചീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന ചീയും ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ചീയുടെയും ഇംബാലൻസിന് കാരണമായിരിക്കും. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ആഹാരത്തിൽ നിന്നും ബ്രീത്തിൽ നിന്നും കിട്ടുന്ന ചീ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഷെൻചി പ്രോപ്പർ ആയിരിക്കുള്ളൂ. അതേമാതിരി തന്നെ ഈ ഷെൻചി ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് യുവാൻ ചിയുടെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിനകത്തും ഇംബാലൻസ് വരും. അതായത് നമ്മൾ എങ്ങനെയാണോ 5 ഇന്നും യാങ്ങും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്,
മ്യൂച്വൽ കൺസ്യൂമിങ് ആണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സാറേ പറഞ്ഞോളൂ. പിന്നെ ഈ സോങ്ചി നമ്മുടെ ഗൂച്ചിയും കോങ്ചിയും കമ്പൈൻ ചെയ്തതല്ലേ? അതായത് നമ്മളെ ഈ കോങ്ചിയും ഗൂച്ചിയും കമ്പൈൻ ചെയ്തതാണ് സോങ്ചി. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞാൽ മതി സാറേ. സാറേ എന്റെ സംശയം ഇത് ആക്ടഡ് അപ്പോൺ യുവാൻചി, സോങ്ചി ആക്ടഡ് അപ്പോൺ യുവാൻചി, അത് ഉദ്ദേശിക്കുന്നത് സാറേ? അല്ല പറഞ്ഞത് സാറേ എന്റെ ചോദ്യം മനസ്സിലാവില്ല. ഹലോ, ഇല്ല, ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലായില്ല. കോങ്ചി വരെ മനസ്സിലായി. അതായത് ഗൂച്ചിയും കോങ്ചിയും കമ്പൈൻ ചെയ്താണ് സോങ്ചി കിട്ടുന്നത്, അതായത് അക്വേഡ് ചെയ്യാന്നത്. പിന്നെ അപ്പൊ സോങ്ചി ആക്ടഡ് അപ്പോൺ യുവാങ്ചി, അതാണ് ലാസ്റ്റ് ഇതിൽ കാണുന്നത് ഫസ്റ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഈ സോങ്ചിയും യുവാൻചിയും കൂടെ ചേർന്നിട്ടാണ്. അതായത് യുവാൻചിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോങ്ചിയാണ്. യുവാൻചി എന്നുള്ളത് 2 കാറ്റഗറിയിൽ വരും. ഒരു മിനിറ്റ് സർ. യുവാൻചി എന്ന് പറയുന്നത് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് നമ്മൾ ജനിക്കുന്ന സമയത്ത് പാരന്റ്സിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്ന യുവാൻചി എന്ന് പറയുന്നത് നമ്മൾ പ്രീനാറ്ററൽ ചി, ജനിക്കുന്നതിന് മുമ്പേ തന്നെ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ചിയാണ്. ഓക്കെ, നമ്മളുടെ ഓർഗൻ ഡെവലപ്മെന്റിനാണെങ്കിലും ഗ്രോത്തിനൊക്കെ ആണെങ്കിലും തന്നെ യുവാൻചി വളരെയേറെ നിർബന്ധമാണ്. ഓക്കെ, ആ യുവാൻചി നേരിട്ടല്ല. ഹബീബ് സാറല്ലേ ചോദിച്ചത്? ഹബീബ് സാറിന് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാറ്. നമ്മുടെ സാറ് വിളിക്കുമ്പോൾ നമുക്കൊരു വിഷമാണ്. എന്താ സാർ? നമ്മുടെ പേര് വിളിച്ചാൽ സാറേ, സാറിന്റെ ശിഷ്യന്മാരല്ലേ ഞങ്ങള്. അങ്ങനെയല്ല, നമ്മള് പ്രായത്തിന് നമുക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല, ആർക്ക് എത്ര പ്രായം ഉണ്ടെന്നൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഒരു സാറിന് വിളിച്ചാലോ മാം വിളിച്ചാലോ ഒന്നും അവിടെ തെറ്റ് സംഭവിക്കുന്നില്ല. ഓക്കെ, ഒരു ബുദ്ധിമുട്ട്. പ്രോബ്ലം ഒരു 2-3 ക്ലാസ് കഴിയുമ്പോൾ ശരിയായിക്കോളും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ നമ്മുടെ കോങ്ചിയും ഗൂച്ചിയും കൂടി ചേർന്നിട്ടാണ് സോങ്ചി ഉണ്ടാവുന്നത്. ഈ സോങ്ചിയിൽ യുവാൻചിയും കൂടെ ആക്ടിങ്, അതായത് യുവാൻചിയും കൂടെ ചേർന്നിട്ടാണ് ഷെൻചി ശരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഹലോ. അതല്ലാണ്ട് ഇനിയൊരു യുവാൻചി ഇനിയൊരു ചീനെ തന്നിട്ട് യുവാൻചി എന്ന് പറഞ്ഞിട്ട് വേറൊരു ചീയും കൂടി ഉണ്ട്. പക്ഷെ അതിനകത്ത് ഈ യുവാൻചിയുടെയും കൂടെ പാർട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയോ? ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കൂ. നമ്മൾ ഇനി ഫർദർ ആയിട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രീനാറ്ററൽ ചി ആണ് ഇവിടെ യുവാൻചി എന്ന് പറയുന്നത് പ്രീനാറ്ററൽ ആണ്. മറ്റേത് അക്വേഡ് ചെയ്യും. അപ്പൊ പ്രീനാറ്ററൽ ചെയ്യും അക്വേഡ് ചെയ്യും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സംയുക്തമാണ് അല്ലെ? അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, എന്നുവെച്ചാൽ ചോദ്യം ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതായത് കോങ്ചി എന്ന് പറയുന്നത് എയർന്ന് കിട്ടുന്നത്. ഓക്കെ, ഗൂച്ചി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ കിട്ടുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് സോങ്ചി ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? ഈ സോങ്ചി വരെയുള്ള ഈ മറ്റേ കോങ്ചിയും ഗൂച്ചിയും ഒക്കെ വന്നിട്ട് അക്വേർഡ് ചെയ്യാണ്. അത് നമുക്ക് ആഹാരത്തിലൂടെയും മറ്റു നമ്മുടെ ലൈഫ് സ്റ്റൈലിലും കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വേറെ ആരെങ്കിലും ചിലപ്പോൾ ചോദിക്കാൻ മടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കും കൂടെ മനസ്സിലായിക്കോട്ടെ. ഈ സോങ്ചിയില് യുവാൻചിയും കൂടെ ചേരുമ്പോ പ്രീനാറ്ററൽ ചി, ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രീനാറ്ററൽ ചി എന്നാണ്. ചേരുമ്പോഴാണ് നമുക്ക് ഷെൻചി കിട്ടുന്നത്. ഈ ഷെൻചി ആണ് നമ്മളുടെ ഓർഗൻ ഡെവലപ്മെന്റിനും നമ്മുടെ ഗ്രോത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു ഭാഗം വന്നിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഷെൻചിയുമാണ്. ഷെൻചി ഇല്ലാതെ, പ്രീനേറ്റലിന് അല്ലാതെ ഈ എല്ലാ ചീനെയും നമ്മളൊരു എന്താ പറയാ നമ്മുടെ ശരീരത്തിനകത്ത് എത്തി അത് ഒരു പൂർണ്ണമായ എനർജി ആകുന്നതിന് മുമ്പുള്ള ചീനെയും യുവാൻചി എന്ന് പറയും. എങ്ങനെയാണോ ഹബീബ് സാറിനെ ചെറുപ്പത്തിലിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യുവാവ് എന്ന് പറയുന്നില്ലേ?
അങ്ങനെ യുവാൻചിക്ക് 2 തല ഉണ്ട്. ഒന്ന് പ്രീനാറ്റൽ ചീനിയും പറയും, അതാണ് മൂലം, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. അതില്ലാണ്ട് നമ്മൾ മെറീഡിയനിലൂടെ ഷെൻചി ട്രാവൽ ചെയ്യുന്നതിന്റെ കൂടെയും ഒരു യുവാൻചി ഉണ്ട്. ഇതാണ് കൺഫ്യൂഷൻ ആയത്. രണ്ടും ഒന്നാണോ ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാണെന്നും അല്ലെന്നും പറയാം. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ യുവാൻചിന്ന് ഇവിടെ നമ്മൾ മെറീഡിയനിലൂടെ ട്രാവൽ ചെയ്യുന്ന ഷെൻചി തന്നിട്ട് ഒരു മെച്ചൂരിറ്റി ആവുക എന്ന് പറയില്ലേ, ചീയുടെ പൂർണ്ണമായ ഗുണം ചെയ്യണമെങ്കിൽ അത് സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ ഉണ്ടാവില്ല. അത് ശരീരത്തിനകത്ത് വന്ന ശേഷമാണ് അത് പൂർണ്ണ തലത്തിലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സ്കൂളൊക്കെ പഠിച്ച് ജോലിക്ക് പോകുന്നതിന് മുമ്പ് 10th പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചൊരു ജോലിക്ക് പോകുന്ന സമയത്താണല്ലോ നമ്മുടെ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിട്ട് അറിയാം അല്ലേ? അതേമാതിരി നമ്മുടെ ഈ ഷെൻചിന് തൽക്കാലം ഷെൻചി തന്നെ പറഞ്ഞു വിചാരിച്ചോളൂ. ഈ ഷെൻചി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് ഈ മെറീഡിയനിലൂടെ പോകുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായ അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് കിട്ടില്ല. അത് അകത്തേക്ക് പോയിട്ടാണ് കിട്ടുക. അകത്തേക്ക് പോയി അതിന്റെ കൂടെ ബാക്കിയുള്ള എനർജിയൊക്കെ ചേർന്നിട്ടാണ് ഇതിനെ പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയാ സോഴ്സ് ആയിട്ട് മാറുന്നത്. പറഞ്ഞു വരുന്നത് മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ മെറീഡിയൻ ഷെൻചി എന്ന് പറയുന്നതാണ് മെറീഡിയനിലൂടെ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ അത് അതിന്റെ ഫുൾ പെർഫോമൻസ് ആവുന്നത് ശരീരത്തിനകത്തേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഈ മെറീഡിയനിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്തും യുവാൻചി ആയിട്ട് തന്നെ പല പുസ്തകങ്ങളിലും ഇതിനെ പറയാറുണ്ട്. അപ്പൊ 2 തരത്തിൽ കാണണം. പ്രീനാറ്റൽ ചി എന്ന് പറയുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും നിന്ന് കിട്ടുന്നതാണ്, അതിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഈ കോങ്ചിയും ഗൂച്ചിയും കൂടി ചേർന്നിട്ട് ഷെൻചി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് യുവാൻചി ഉണ്ട്. അപ്പോൾ ഈ യുവാൻചിയുടെ പ്രീനാറ്റൽ ചീനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഷെൻചി നന്നാക്കി വെച്ചാൽ പ്രീനാറ്റൽ ചീയുടെ ഉപയോഗം വളരെ നന്നായി കുറയ്ക്കാൻ പറ്റും. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ ഹബീബ് ജിക്ക്? മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇനി മെറീഡിയനിൽ പോകുന്ന സമയത്തും യുവാൻചി എന്ന് പറയുന്ന സമയത്ത് അത് പ്രീനാറ്റൽ ചീനെ മാത്രമായിട്ടല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇൻക്ലൂഡിങ് ഷെൻചി. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആയി. നമ്മുടെ അക്വേഡ് ചീയും കൂടെ ഉൾപ്പെട്ടിട്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് അല്ലേ? അക്വേഡ് ചീയും കൂടെ ചേർന്നിട്ടുള്ളതാണ് മെറീഡിയനിലേക്ക് വരുന്നത്. ശരി. ആ യുവാൻചി മാത്രമല്ല, അക്വേഡ് ചീ നിങ്ങൾ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മറ്റേ ഓർഗൻ ഗ്രോത്ത് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. ശരി. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഷെൻജിയാണ് നമ്മൾ ഇതിനെ കൂടി പാസ് ചെയ്യുന്നത് അല്ലേ? അതെ. ഇനിയുണ്ട് കുറെ കാര്യങ്ങളുണ്ട്, അത് മാത്രമല്ല ട്രാവൽ ചെയ്യുന്നത്. ഒരു മിനിറ്റ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചീ, അപ്പൊ അത് ഏതില് യുവാൻചി? അത് പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന ചീ എന്ന് പറയുന്നത് കോസ്മിക് എനർജിയാണ് പൊതുവെ പറയുന്നത്. ഓക്കെ, ഈ കോസ്മിക് എനർജി വന്നിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് ഒരു നീഡിൽ ഇട്ട് കഴിഞ്ഞാൽ മുഴുവനായിട്ടും പ്രകൃതിയിൽ നിന്ന് ഒരു എനർജി എടുത്ത് ശരീരത്തിനകത്തേക്ക് പോകുന്നില്ല. ഓക്കെ, പക്ഷെ പ്രകൃതിത്തെ ചീ വേറെ പല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ചീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടല്ല അത്. ശരി. നമ്മുടെ ശരീരത്തിലുള്ള ചീനെ അത് മറ്റേ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സപ്പോർട്ട് ചെയ്യും. ബൂസ്റ്റിംഗ് നല്ലതിനേക്കാളും നല്ലത് സപ്പോർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെയുള്ളത് മനസ്സിലായിണ്ടാന്ന് വിചാരിക്കണം. അത് ഇൻചി. ഓക്കെ, ഇൻചി എന്ന് പറയുന്നത് ന്യൂട്രീറ്റീവ് ചീ ആണ്. ഇതും വന്നിട്ട് നമ്മൾക്ക് ആഹാരത്തിൽ നിന്നൊക്കെ കിട്ടി ഷെൻചിയായി യുവാൻചിയും കൂടെ ചേരുന്ന സമയത്ത് 2 ചീയായി മാറുന്നു പറഞ്ഞു. അതിലത്തെ ഒന്നാണ് ന്യൂട്രീറ്റീവ് ചീ. ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നമ്മുടെ ഫുഡ് ചീയുടെ അംശമാണ്. അതിൻ്റെ കൂടെ എയർ ചീയും അതിൻ്റെ കൂടെ യുവാൻചിയും കൂടെ ചേർന്നിട്ടാണ്. ഇത് ഈ ഷെൻചി എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഇത് ഓർഗൻസ് ഡെവലപ്മെന്റ്, നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗണും അതിൻ്റെതായ ഫങ്ഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ ഓർഗണിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ ന്യൂട്രീറ്റീവ് ചീ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ന്യൂട്രീറ്റീവ് ചീ തന്നെയാണ് നമ്മളുടെ ഒരാളെ കാണുന്ന സമയത്ത് ഒരു ആരോഗ്യവാനായിട്ടും ചൈതന്യം നിറഞ്ഞ ഒരാളായിട്ടൊക്കെ കാണാൻ സഹായിക്കുന്നത് മെയിനായിട്ടും നമ്മുടെ ഈ ഇൻചിയാണ്. ഇത് മാത്രമല്ലാതെ ബ്ലഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനും മറ്റുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്
നമ്മുടെ ന്യൂട്രീറ്റീവ് ചീയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫുഡ് സ്റ്റൈൽ മാറ്റൂ, ഒരു ഡയബറ്റിക് വന്നു ഫുഡ് സ്റ്റൈൽ മാറ്റൂ എന്ന് പറഞ്ഞ് ഫുഡിൻ്റെ ആ രീതിയിൽ വരുന്ന എല്ലാ ഇഷ്യൂസും ഈ ന്യൂട്രീറ്റീവ് ചീൻ്റെ ഇംബാലൻസ് കൊണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മെയിൻ മെറീഡിയനിൽ ഷെൻചി ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഹബീബ് ജി? ഹലോ, വേറൊന്നും കൊണ്ടല്ല, മൂപ്പരുടെ പേര് അറിഞ്ഞുകൊണ്ട് ഞാൻ മൂപ്പരിനെ വിളിക്കണമെന്ന് മാത്രം. പിന്നെയുള്ള പേരുകളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഷെൻചിയുടെ ഭാഗമായിട്ടുള്ള ഇഞ്ചിയാണ് മെറീഡിയനിലൂടെ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഞാൻ ക്ലാസ് മീറ്റ് ചെയ്തേ. നിങ്ങളിപ്പോ ചോദിച്ച സംശയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ അതല്ല ഇത്. ഓക്കെ, ശരി, ഞാൻ അപ്പോഴേ ഒറ്റ വാക്കിൽ ഉത്തരം പറയാതിരുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കൂ, ചീസ് മുഴുവൻ കഴിയുമ്പോഴേ അറിയുള്ളൂ എന്ന്. അപ്പോൾ ഈ ഷെൻചി മെറീഡിയനിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ യുവാൻ ചി എന്ന് പറയും. അതല്ലാതെ ഇൻചിയുടെ പ്രധാനപ്പെട്ട സർക്കുലേഷൻ പാത്താണ് നമ്മുടെ മെറീഡിയൻസ്. ഓക്കെ, അതിലൂടെ തന്നെയാണ് നമ്മൾ ബ്ലഡും അതേമാതിരി തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് ട്രാവൽ ചെയ്യുന്നതിനും ഇഞ്ചിയാണ് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ രണ്ട് ഭാഗത്തും ഈ ഇഞ്ചി ഉണ്ട്, മെറീഡിയനിലും ഉണ്ട്, അതേമാതിരി തന്നെ ബ്ലഡ് വെസൽസിലൂടെയും ട്രാവൽ ചെയ്യാൻ ബ്ലഡിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബ്ലഡിനെ നൊറിഷ് ചെയ്യുന്നതും ഒക്കെ വന്നിട്ട് പ്രധാനമായിട്ട് ഇഞ്ചിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? സാഹിൽ ഇതുവരെ ഓക്കെ, കുഴപ്പമില്ല, തൽക്കാലം എനിക്ക് സാഹിൽ സാഹിലായിരുന്നു. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ ഈ രണ്ട് മറ്റേ മെറീഡിയൻ സ്ലൈഡും തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ആണ്, ഓക്കെ, ഫോൺ ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറീഡിയനിലൂടെ വന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ശരീരത്തിനകത്തൂടെ എനർജി സഞ്ചരിക്കുന്നത്, ബ്ലഡ് സഞ്ചരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ പാത്ത് സഞ്ചരിക്കുന്നത്, അതേമാതിരി തന്നെ നമ്മുടെ മെറീഡിയനിൽ ഷെൻചി ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇഞ്ചിയും വളരെയേറെ പ്രാധാന്യമാണ്. ഓക്കെ, നമ്മൾ നീഡിൽ ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതൊക്കെ ഇഞ്ചിനെയാണ്. ഓക്കെ, അത് കൂടാതെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡിനെ മൂവ് ചെയ്യിക്കുന്നതിനകത്തും ഈ ഇഞ്ചിയുടെ റോള് വളരെ കൂടുതലാണ്. അപ്പോൾ ബ്ലഡ് വെസൽസിലും ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്തത് വീച്ചി ആണ്. അതിന് നമ്മൾ ഡിഫെൻസീവ് ചി എന്ന് പറയും. നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറുമായിട്ട് കൺസിഡറേഷൻ ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൺ തന്നെ നമ്മുടെ അപ്പർ മറ്റേ ക്യാപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള 12 പ്രധാനപ്പെട്ട ഓർഗണിൻ്റെ കനോപ്പി അല്ലെങ്കിൽ തൊപ്പിയായിട്ടിരിക്കുന്ന ലങ്ങിന് ഈ വീച്ചിയുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇത് ഷെൻചിന്ന് തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ ആൾറെഡി നോക്കിയതാണ്. ഇത് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇന്റേണലി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പാത്തജൻസിനെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിനെ തടുക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ വീച്ചിയാണ് നമ്മൾക്ക് ഉപയോഗിക്കുന്നത്. അതേമാതിരി നമ്മുടെ ശരീരത്തിൻ്റെ താപനില അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ വാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീച്ചിയാണ് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അങ്ങനെ നമ്മുടെ താപനില മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ ഹോൾസ് ഒക്കെ വന്നിട്ട് നിയന്ത്രിക്കുന്നത് ഈ ടെമ്പറേച്ചർ മെയിൻ്റെനൻസിലൂടെ വീച്ചിയുടെ മെക്കാനിസമാണ്. അതുകൊണ്ടാണ് പനി വരുന്ന സമയത്ത് വന്നിട്ട് പെട്ടെന്ന് വേർക്കാൻ വേണ്ടിയിട്ട് ആ ഹോൾസിനെ ഓപ്പൺ ചെയ്ത് അത് പുറത്ത് കളയുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നതൊക്കെ വന്നിട്ട് ഈ വീച്ചിയുടെ ഫങ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഓൺ ദ സർഫേസ് ഓഫ് ദ ബോഡി ആൻഡ് വിത്തിൻ ദ മസിൽസ് ആൻഡ് സ്കിൻ ബട്ട് നോട്ട് വിത്തിൻ ദ മെറീഡിയൻസ്. ഈ വീച്ചി മെയിൻ ആയിട്ടുള്ളത് മറ്റേ നമ്മുടെ സ്കിന്നിനും മസിൽസിനും ഇടയിലുള്ള സ്ഥലത്താണ്. ഓക്കെ, അതിനെ കോലി എന്ന് പറയും. അതിന്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ ചൈനീസ് ടെർമിനോളജി പറയുന്നില്ല, പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അതിനെ മറ്റേ സ്കിന്നിനും മസിൽസിനും ഇടയിലുള്ള സ്പേസ് ആണ്. ഓക്കെ, അവിടെയാണ് വീച്ചി സർക്കുലേറ്റ് ചെയ്യണത്. വീച്ചി മെറീഡിയനിലല്ല സഞ്ചരിക്കുന്നത്, മറിച്ച് ന്യൂട്രീറ്റീവ് ചി മെറീഡിയനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സർക്കുലേഷനും
ലങ്ങുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആണ്. നമ്മുടെ എക്സ്റ്റേണൽ പാത്തജൻ ഏത് വന്നു കഴിഞ്ഞാലും അത് ആദ്യം തന്നെ വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി ഫാക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ലങ്. ഓക്കെ, അത് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം എഫക്ട് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ് ലങ്. People who catch cold easily often have Vichy deficiency. പെട്ടെന്ന് ജലദോഷം വരിക അല്ലെങ്കിൽ തുമ്മൽ വരിക, ഇതൊക്കെ തന്നെ വന്നിട്ട് വിച്ചി ഡെഫിഷ്യൻസിയുടെ സിൻഡ്രമാണ്. അതേമാതിരി തന്നെ ഡെഫിഷ്യൻസി മേ ആൾസോ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. ഈ വിച്ചി വന്നിട്ട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻ്റനൻസിലും വളരെയേറെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വേർക്കുക, മറ്റേ ഒരുപാട് ബോഡി ഹീറ്റ് തോന്നുക, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ വിച്ചിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മളിത് ആൾറെഡി കുറച്ചപ്പോഴേ സംശയം ചോദിച്ചപ്പോൾ, ഹബീബ് സാറ് സംശയം ചോദിച്ചപ്പോൾ നോക്കിയ ചാർട്ടാണ്, എന്നാലും ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എയർന്ന് കിട്ടുന്നത് ലങ്ങിലൂടെ കോങ്ചി എന്ന പേരിലാണ് അറിയപ്പെടുക. അതൊക്കെ ചൈനീസ് ടെർമിനോളജിയാണ്. അതേമാതിരി തന്നെ നമുക്ക് വേണമെങ്കിൽ എയർച്ചി എന്ന് വേണമെങ്കിൽ നമുക്ക് നോർമലി ആ വാക്കിന് ഉപയോഗിക്കാം കോങ്ചിക്ക് പകരം. പക്ഷേ പുസ്തകങ്ങളും മറ്റുമൊക്കെ വായിക്കുമ്പോൾ അവിടെ എല്ലാം കോങ്ചി എന്നുണ്ടാവും. ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അതേ പേര് പറയുന്നത്. അതേപോലെ തന്നെ ഫുഡ്, സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീന് മുഖേന നമുക്ക് ഗൂച്ചി കിട്ടും, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഗ്രെയിൻ ചി കിട്ടും. ഈ കോങ്ചിയും ഗൂച്ചിയും കൂടി ചേർന്നിട്ട് സോങ്ചി കിട്ടും. ഈ സോങ്ചിയിൽ വന്നിട്ട് യുവാൻചി, പ്രീനാറ്റൽ ചി മറ്റേ കൂടി ചേരുന്ന സമയത്താണ് നമുക്ക് ഷെൻചി കിട്ടുന്നത്. അതിൽ ഈ ഷെൻചിയാണ് ഇൻചിയായും വീച്ചിയായിട്ട് മാറുന്നത്. വീച്ചി വന്നിട്ട് സ്കിന്നിനും മസിൽസിൻ്റെയും ഇടയിലുള്ള ലെയറിലാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയാണ് ഈ വീച്ചി എന്ന് പറയുന്നത്. ഇൻചി എന്ന് പറയുന്നത് നമ്മുടെ ഓർഗണിനെ നൊറിഷ് ചെയ്യാനും നമ്മളെ തന്നെ നൊറിഷ് ചെയ്യാനും ഉപയോഗിക്കുന്ന ചീയാണ്. അതാണ് ഏറ്റവും കൂടുതൽ മെറീഡിയനിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചീയുടെ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ ചീ കൊണ്ടുണ്ടാവുന്ന ഡെഫിഷ്യൻസി സിൻഡ്രോമും മറ്റേ എക്സസീവ് സിൻഡ്രോം ഒക്കെ ഉണ്ടാവും. ഇത് നോക്കുന്ന സമയത്ത് പലപ്പോഴും വന്നിട്ട് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും രണ്ടിനകത്തും വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒറ്റ ചീ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളത്. പക്ഷെ ഈ ചീനെ അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നൊന്ന് തന്നെ ഉണ്ടായതാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്കിതിനെ ചീനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതേ ചീ, ഇപ്പോൾ നമ്മളൊരു ജനറൽ ചീനെ കുറിച്ച് പറഞ്ഞത് തന്നെ നമ്മൾ വന്നിട്ട് പ്രൊട്ടക്റ്റീവ് ചീയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ന്യൂട്രീറ്റീവ് ചീയിൽ പോകുമ്പോൾ സമയത്ത് കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട, കാരണം ഒന്നൊന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ മറ്റേ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പോൾ ഒരു ഓർഗൺ ഉണ്ട്, ഒരു ഫയർ എന്ന് പറയുന്ന ഒരു ഓർഗൺ ഉണ്ടെങ്കിൽ അതിനകത്ത്, ആ ഫയറിനകത്ത് നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ ഭൂതങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ് ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ഫയറിനകത്ത് ഫയർ എന്തായാലും ഉണ്ട്. അതല്ലാണ്ട് എർത്ത് ഉണ്ട്, മെറ്റൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, അതേമാതിരി തന്നെ വുഡ് എലമെന്റ് ഉണ്ട്. പക്ഷേ ഇത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫയറിന്റെ ക്വാളിറ്റി ആയിരിക്കും. വാട്ടർ എന്ന് പറയുന്ന എലമെന്റിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് വാട്ടർ എലമെന്റ് ആണ്. അപ്പോൾ വാട്ടർ മാത്രമായിട്ടല്ല അതുള്ളത്. ഓക്കെ, വാട്ടർ അല്ലാതെ ബാക്കിയുള്ള എലമെന്റ്സ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കുന്നതല്ല. നമുക്കിവിടെ ഏത് മറ്റേ എലമെന്റിന്റെ ക്യാരക്ടറാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ ആ പേരിൽ വിളിക്കപ്പെടുന്നത്. ഓക്കെ ആണോ? ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ചി, അതായത് പ്രധാനപ്പെട്ട ചീയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്, ശരീരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ നിങ്ങളൊരു ആഹാരം കഴിക്കുന്നു, അത് ചവയ്ക്കണമെങ്കിൽ ചവച്ച് നമ്മളുടെ ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിലെത്തുകയും സ്റ്റൊമക്കിൽ നിന്ന് അത് മൂവ് ചെയ്ത് സ്മാൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോവുകയും അവിടുന്ന് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്കും അതിലൂടെ വന്നിട്ട് ആനസിലേക്കും വരുന്നതെല്ലാം തന്നെ ഇങ്ങനെ ശരീരത്തിനകത്ത് നിരന്തരമായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും 24 hours നമ്മുടെ ശരീരത്തിനകത്ത് ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിനൊരു വേറൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഒരു മറ്റേ സ്ക്യൂസിങ്ങും ഒരു എക്സ്പാൻഷനും, ഒരു ചുരുങ്ങലും വികസിക്കലും മാത്രമാണ് നമ്മുടെ ശരീരത്തിന് ഈ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഈ ചുരുങ്ങലിലും വികസിക്കുന്നതിലൂടെ ചില സാധനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നു.
പക്ഷെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു എല്ലാം തന്നെ നമ്മൾ രാവിലെ ആഹാരം എടുത്തു വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ വായൊന്ന് ചുരുങ്ങുന്നു വികസിക്കുന്നു, ചുരുങ്ങുന്നു വികസിക്കുന്നു. അത് ഫുഡ് പൈപ്പിലൂടെ പോകുന്ന സമയത്ത് ഒരു വശം ചുരുങ്ങുന്ന സമയത്ത് വേറൊരു വശം വികസിക്കുന്നു. അപ്പൊ ആ വികസിക്കുന്ന ഭാഗത്തേക്ക് ഈ സാധനം താഴോട്ട് പോകും. പിന്നെ ഈ വികസിച്ച ഭാഗം ചുരുങ്ങുന്ന സമയത്ത് അതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം വികസിക്കും, അപ്പൊ താഴോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയനിൽ വരുന്ന സമയത്തും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മുകളിലേക്കോ താഴേക്കോ പോകുന്നത് ചുരുങ്ങലും വികസിക്കലുമായിട്ടുള്ള രണ്ട് മൂവ്മെന്റ് മാത്രമേ നമ്മുടെ ശരീരത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുള്ളൂ. ഓക്കെ, അതിന്റെ വകഭേദങ്ങളാണ് ബാക്കി എല്ലാം. അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് മൂവ്മെന്റ്സ് നോട്ട് ഓൺലി ഫോർ വളണ്ടറി മൂവ്മെന്റ്സ് ബട്ട് ആൾസോ ഓഫ് ദ മൂവ്മെന്റ് process involved in respiration. ഈവൻ നമുക്ക് ശ്വസനം എന്ന് പറയുന്ന മൂവ്മെന്റ് തൊട്ടിട്ട് ശരീരത്തിനകത്തുള്ള സർക്കുലേറ്ററി ഫങ്ഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ചെറുകുടലും വൻകുടലിലും വരുന്ന മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, നമ്മൾ ഫിസിക്കലായിട്ടുള്ള മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ചീയുടെ ബാലൻസ് പ്രോപ്പർ ആയിരിക്കണം. ഇത് എക്സസ് ആയാലും ഇത് ലോവിൽ ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാലും അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവും. അത് മാത്രമല്ല, ചീയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ ഭാഗത്തും വേണ്ട ചൂടിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഈ ചീയുടെ തന്നെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഫങ്ഷനാണ്. അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റി ആൻഡ് വൈറ്റാലിറ്റി, അതായത് നമ്മളുടെ ചിന്തകൾ. ഓക്കെ, നമ്മളെ ചിന്തകളായിക്കോട്ടെ, ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ ധരിക്കുന്നതായിക്കോട്ടെ. ഒരു വസ്തുവിനെ ഒരു ചെറിയൊരു സാധനം പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാകാത്തത് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് എന്താണെന്ന് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഒരു 15 പേര് ഈ ക്ലാസ്സിനകത്ത് ഉണ്ടെങ്കിൽ 15 പേരും എഴുതുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഈ മെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ നിങ്ങളുടെ ചീയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ചീ മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചീ. അതേമാതിരി തന്നെ ഒരാളുടെ പ്രസരിപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെ പറയാ, ഉന്മേഷം അല്ലെങ്കിൽ ചൈതന്യം എന്ന് പറയുന്നതെല്ലാം തന്നെ ചീയുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുന്നതാണ്. ഒരാൾ കുറേ ദിവസം ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചീ നല്ല ഡൗൺ ആയിരിക്കും. നമുക്ക് ആ വ്യക്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിൽ ഒരു ഉന്മേഷം നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? അത് ചീ ഡെഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പൊ നന്നായിട്ട് ഉറങ്ങിയിട്ട് ഒരാൾ വരികയാണ്, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, എന്നിരുന്നാലും പലരും നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് രാത്രി പോയി കിടന്നിട്ട് രാവിലെ വരെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷമില്ലാത്തത് ഒരുപാട് പേരുണ്ടാവും. ശരിക്കും നമ്മൾ പ്രോപ്പറാണ് നമ്മുടെ ബോഡിയിലെ ചീ മെക്കാനിസം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് വേണം എഴുന്നേൽക്കാൻ. അതല്ലാണ്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ ബെഡിൽ നിന്ന് എണീക്കാൻ തന്നെ ഒരു 15 മിനിറ്റ് അരമണിക്കൂർ സമയമാവുന്നുണ്ട്, ഒരു ചായ കുടിച്ചാലേ മൂവ്മെന്റ് നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചാലേ നമുക്ക് അതിൻ്റെ ആ ഒരു റുട്ടീനിലേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചീ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണ്ട വൈറ്റാലിറ്റി നിങ്ങളിൽ ഉണ്ടാവില്ല. ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളുടെ മറ്റേ വൈറ്റാലിറ്റിയും മെന്റൽ ആക്ടിവിറ്റിയൊക്കെ വളരെ ഫ്ലറിഷിങ് ആയിരിക്കണം. നന്നായിട്ട് എന്താ പറയുക, നല്ല ഉന്മേഷത്തോടു കൂടി എഴുന്നേൽക്കാൻ പറ്റണം. ഇതൊന്നും നടക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് പ്രായമായവരിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ അവരുടെ റുട്ടീൻ വർക്കിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രായമായവരെക്കാളും കൂടുതൽ ചീ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെറുപ്പക്കാരിലാണ്. സോ ഇതൊക്കെ വന്നിട്ട് ചീ ഇംബാലൻസ് ആണ്. ഓക്കെ, രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാത്തത് എല്ലാം തുടങ്ങി എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുത്തില്ല, എന്തായിരുന്നു, എനിക്ക് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ ചീ ഇംബാലൻസ്. കാരണം എൻ്റെ ഒരു ഏജിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് വരാൻ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പം ഈ മെന്റൽ ആക്ടിവിറ്റിയും നമ്മുടെ വൈറ്റാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇതേ ചീനെ നമ്മൾ വന്നിട്ട് ഷൻ എന്നുള്ള പേരിലും വിളിക്കും കേട്ടോ. ഇത് ചീ തന്നെയാണ്, പക്ഷെ ഷൻ ചീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉന്മേഷം, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ എന്താ പറയുക, തോട്ട് പാറ്റേൺ ഒക്കെ കടക്കുന്നത് ഷൻചിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇതേ ഷൻചീനെ വന്നിട്ട് സ്പിരിറ്റായിട്ടും കോൺഷ്യസ് എന്നുള്ള വാക്കിലും നമുക്ക് ഉപയോഗിക്കും, പല സ്ഥലത്തും പല പോലെ ഉപയോഗിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഷൻചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റിയും വൈറ്റാലിറ്റിയും, സ്പിരിറ്റ് എന്ന് പറയുന്നതും കോൺഷ്യസ്നെസ് ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അതായത് അബോധാവസ്ഥയിൽ, കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധമായ അവസ്ഥ. അപ്പൊ ബോധത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് നമ്മുടെ നല്ല ചിന്തകളും ഒരു കാര്യത്തിന് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ വന്നിട്ട് കോൺഷ്യസിലുള്ളപ്പോഴാണ് ചെയ്യുക. അൺകോൺഷ്യസ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷൻചി തൽക്കാലം അവിടുന്ന് വൈപ്പ് ഔട്ടായി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബോധതലം അവിടെ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് അൺകോൺഷ്യസ് ആവണം.
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ഫർദർ ഫങ്ഷൻസ് ഓഫ് chi ആർ ദ ഓർഗൻ ഫങ്ഷൻ ലൈക്ക് ദ കൺവേർഷൻ ഓഫ് ഫുഡ് ഇൻ ടു ബ്ലഡ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ്. അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഓർഗൻ്റെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്നത്, അതേമാതിരി തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജീനെ അബ്സോർബ് ചെയ്യുന്നത്, അതിനെ ഡിവൈഡ് ചെയ്ത് പ്രോപ്പറായി എത്തിക്കുന്നത്, അതേമാതിരി തന്നെ ശരീരത്തിലെ ടോക്സിൻസിനെ വന്നിട്ട് തിരിച്ച് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും ബ്ലഡ് ഉണ്ടാക്കുന്നതും, അതേമാതിരി തന്നെ ശരീരത്തിന് ബ്ലഡ് അല്ലാതെ വേറെയും ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കഫം ആയിക്കോട്ടെ, സെമൻ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് വൈറ്റ് ബ്ലഡ് എന്ന് പറയുന്ന സാധനങ്ങളായിക്കോട്ടെ, ഇങ്ങനെ കുറേ ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഇതെല്ലാം വന്നിട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിലും ഇതിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ഓർഗൻ്റെ, അതിനൊക്കെ ഫങ്ഷൻ വന്നിട്ട് പ്രധാനമായിട്ട് chi ഇംബാലൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് കൂടാതെ chi also has the functions of protecting the body from external noxious influences. അതായത് പുറത്തുനിന്നുള്ള ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്, എക്സാമ്പിൾ കോൾഡ്, അതല്ലെങ്കിൽ ഹീറ്റ്, അതല്ലെങ്കിൽ വിൻഡ്, ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് മറ്റേ എക്സ്റ്റേണൽ പാത്തജൻ ഉള്ള കാറ്റഗറിയിൽ വരും. എന്താണ് എക്സ്റ്റേണൽ പാത്തജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു മറ്റേ കാറ്റ് കൊണ്ടു, തണുത്ത കാറ്റ് കൊണ്ടു തുമ്മൽ വരുന്നു, അല്ലെങ്കിൽ തലവേദന വരുന്നു. അപ്പോൾ ഇത് എക്സ്റ്റേണൽ വിൻഡ് നമ്മളെ എഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോൾഡ് നമ്മളെ എഫക്റ്റ് ചെയ്തു. ഇതേ വന്നിട്ട് നിങ്ങൾ ചൂടുള്ള ക്ലൈമറ്റിൽ പോയിട്ട് വന്നാൽ ചിലവർക്ക് തലവേദന ഉണ്ടാവും, സ്കിന്നിന് ഇച്ചിങ് ഉണ്ടാവും. ഇതെല്ലാം വന്നിട്ട് എക്സ്റ്റേണൽ പാത്തജൻ ആയിട്ടുള്ള ഹീറ്റ് നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോൾ വരുന്നതാണ്. ഈ എക്സ്റ്റേണൽ പാത്തജൻ പോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള പാത്തജൻസും ഉണ്ട്. ഓക്കെ, നമുക്കത് പിന്നീട് നമുക്ക് എല്ലാ കാര്യങ്ങളും സുഗമമായി പോവുകയാണെങ്കിൽ പാറ്റേൺ എത്തുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ അഡീഷൻ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുന്നത് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് ദാറ്റ് മൈറ്റ് ലീഡ് ടു ഇൽനെസ്. അതൊരു മഴ കൊണ്ടാലും, ഒരു കാറ്റ് കൊണ്ടാലും, ഒരു ചൂട് തട്ടിയാലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ചീയുടെ ഇംബാലൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ചീയുടെ ഇംബാലൻസ് കൊണ്ടാണ്. അതാണ് നമ്മൾ VChi എന്നുള്ള പേരിൽ വിളിച്ചത്. അപ്പോൾ നമ്മളിവിടെ മൊത്തമായിട്ടുള്ള ചീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദിസ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്. അപ്പോൾ നമ്മുടെ VChi നന്നായിരുന്നാൽ മാത്രമേ ഇങ്ങനെ ക്ലൈമറ്റിക്കൽ ഫാക്ടർ ആയിട്ടുള്ള ഇഷ്യൂസും പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ VChi നന്നായിരിക്കണം, അല്ലെങ്കിൽ നോർമലി chi നന്നായിരിക്കണം. ദ പ്രൊട്ടക്റ്റീവ് chi ഈസ് ആൾസോ നോൺ ആസ് VChi. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച സ്ക്രീനിൽ തന്നെയാണ്. ആൻഡ് ഈസ് കൺസിഡേർഡ് മെയിൻലി അറ്റ് ദ ബോഡി സർഫേസ്. അത് ഇന്റേണൽ അല്ല, മറിച്ച് നമ്മുടെ സ്കിന്നിനും മസിൽസിനും ഇടയിൽ ഓലി എന്ന് പറയും, ആ സ്ഥലത്താണ് ഇത് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു സെഗ്മെന്റിൽ കുറച്ച് ടെർമിനോളജിയാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലേ, ചൈനീസിൽ കുറേ ടെർമിനോളജി ആസച്ച് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. ഷൻ എന്ന് പറഞ്ഞു, അതൊരു പുതിയ വാക്കായിരിക്കും. അതേമാതിരി ജിങ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ലൈഫ് ഫോഴ്സ് ആണ്. അതായത് നമ്മളുടെ പ്രീനാറ്ററൽ chi ആണ് ഈ ജിങ്ങിൽ തന്നെ വരുന്നത്. നമ്മൾ കുറേ പേരിൽ പല സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഉപയോഗിക്കും. അതിന് ഭയങ്കര കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട, ഇതൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിൽ നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരു കുഞ്ഞേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയെ അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും നമ്മൾ വിളിക്കുന്ന സമയത്ത് പല പേരുകളിൽ വിളിക്കൂലേ. ഇന്ന് കാലത്ത് അത് കുറവാണ്. പണ്ട് കാലത്തൊക്കെ വന്നിട്ട് കുട്ടികളെ കുറേ വലിയ കൂട്ടുകുടുംബമായിരിക്കും, ഓരോ ആൾക്കാരും ആ കുട്ടികളെ ഓരോ പേരിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. മേ ബി എൻ്റെ അത്ര പ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യും. ഇപ്പോഴൊക്കെ വന്നിട്ട് നമ്മൾ 1 2 പേരിട്ടിട്ട് എല്ലാവരും അതേ പേര് തന്നെയാണ് വിളിക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ല. അമ്മാവൻ നമ്മളെ വിളിക്കുന്നത് ഒരു പേരിലായിരിക്കും, അമ്മ വിളിക്കുന്നത് വേറൊരു പേരിലായിരിക്കും. ചിലപ്പോൾ അമ്മേനെ തന്നെ ബാക്കിയുള്ളവർ വിളിക്കുന്നത് ആ കുട്ടിയുടെ അമ്മയെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ആ ഒരു കുട്ടീനെ തന്നെ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പേരിൽ വിളിക്കുന്നത് പോലെ പല സമയങ്ങളിൽ പല വാക്കുകൾ ഉപയോഗിക്കുകയും ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കിയ ശേഷം ആ ഇതിലേക്ക് ആ പേരിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സെയിം സാധനം തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ആക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ദയവായിട്ട് അപ്പം ക്ലിയർ ചെയ്യുക. ഹബീബ് സാർ ചോദിച്ച പോലെ ചോദിക്കാൻ മടിക്കണ്ട. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. അതല്ലെങ്കിൽ സംശയം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സോ ഈ ജിങ് എന്ന് പറയുന്നത് ജീവന്റെ എസൻസ്, അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രാണൻ എന്ന് വേണമെങ്കിൽ പറയാം തൽക്കാലം. ജിങ് എന്ന് പറയുന്നത് പ്രാണനാണ്, ലൈഫിന്റെ എസൻസ് ആണ്.
ആൾസോ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡിസ്കഷൻസ് ഓഫ് ദ ലൈഫ് പ്രോസസ്. നമ്മുടെ ജീവന്റെ പ്രക്രിയ നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് ജിങ്. ഇത് സ്റ്റോർ ചെയ്യുന്നത് കിഡ്നിയിലാണ്. പ്രീനേറ്ററൽ ചീയാണിത്. ഓക്കെ, ഈ കിഡ്നി എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമാണ്. നമ്മൾ പറഞ്ഞു കിഡ്നി സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ഏത് ഒരു പോയിന്റ് പറഞ്ഞു തന്നല്ലേ? എന്താണ് പോയിന്റിന്റെ പേര് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ അത്? പക്ഷെ അതിന് മറ്റേ ചൈനീസ് ടെർമിനോളജി ആ പേരല്ല ഉപയോഗിക്കുക. ഇപ്പൊ ഇന്നും കൂടി ആദ്യത്തെ ചിത്രത്തിൽ ആ പേരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മിങ്മെൻ. ഓക്കെ, ഈ മിങ്മെൻ എന്നുള്ളത് നിങ്ങൾ ചൈനീസ് ബുക്കുകൾ വായിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കും. ഈ മിങ്മെൻ എന്നുള്ള പറയുന്ന സാധനം നമ്മളുടെ ലൈഫ് ഫോഴ്സുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അവിടെ എപ്പോഴും ഒരു ചെറിയൊരു വാം കീപ്പപ്പ് ചെയ്യണം. തണുത്ത് ഇരിക്കാൻ പാടില്ല എന്നാ പറയാം. ഓക്കെ, എപ്പോഴും വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ തണുത്ത കാറ്റൊക്കെ കൊണ്ടുവരുമ്പോഴോ ഉള്ളതല്ല പറയുന്നത്. നോർമൽ പ്രോസസ്സിൽ എപ്പോഴും അവിടെ ചെറിയൊരു വാംനെസ് ഉണ്ടാവും. ഓക്കെ, അവിടെ വെച്ച് ഓക്കെ. The life essence is regarded as the material basis of chi. അതായത് നമ്മൾ ഈ ചീനെ വന്നിട്ട് ഈ ജിങ് എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ എന്താ പറയുക സ്ട്രക്ചറൽ പാർട്ടിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. സ്ട്രക്ചറൽ പാർട്ടിൻ്റെ ഫങ്ഷന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ജിങ് എന്ന് പറയുന്നത്. പക്ഷെ ജിങ് മാത്രമായിട്ടല്ല ഉപയോഗിക്കുക കേട്ടോ. മൊത്തം എല്ലാ ചീയും കൂടെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജിങ് ചി നന്നായിരുന്നാൽ മാത്രമേ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ബോഡിയുടെ ഫങ്ഷൻ നന്നായിട്ട് നടക്കത്തുള്ളൂ. ജിങ് ഈസ് ആൾസോ ഡെസിഗ്നേറ്റഡ് ആസ് ദ സീഡ് ഓഫ് ലൈഫ് ആൻഡ് ദ എലമെന്ററി റീപ്രൊഡ്യൂസ് ഫോഴ്സ്. നമ്മൾക്ക് നമ്മുടെ ജീവന്റെ എന്താ പറയുക വിത്ത് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജി വേണമെന്നുണ്ടെങ്കിൽ, ബാക്കി എല്ലാം ഓക്കെ ആണെങ്കിലും ഈ ജിങ്ങിന്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ വേറെ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള ചീയുടെ ഒപ്പം തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സാധനമാണ് ജിങ് നന്നായിരിക്കണം, ജിങ് എനർജി നന്നായിരിക്കണം. അപ്പോൾ നമ്മൾ പൊതുവെ അതിന് കിഡ്നി ആയിട്ടാണ് പറയുക. കിഡ്നിയുടെ എനർജി നന്നായിരിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ് കിഡ്നിയുടെ എനർജി നന്നായിരിക്കണം എന്ന് പറയുന്നത് വെച്ചാൽ ഈ കിഡ്നിയുടെ ആണ് ഈ ജിങ് എനർജിയുടെ സോഴ്സ് അല്ലെങ്കിൽ റിസർവോയർ. കിഡ്നിയാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ കൺട്രോളിലുള്ള മറ്റേ DU4 അല്ലെങ്കിൽ മിങ്മെൻ എന്നുള്ള പോയിന്റിൽ അത് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പോൾ ഈ എനർജി നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജിങ് മാത്രം നന്നായിരുന്നാൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനകത്ത് എല്ലാം തന്നെ ഇന്റർഡിപ്പെൻഡൻ്റ് ആണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മൈൻഡിനകത്ത് വേണം. ഒന്ന് വേറൊന്നുമായിട്ട് വളരെയേറെ കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. എങ്ങനെയാണോ എൻ്റെ ഫോണും നിങ്ങളെ ആരും എനിക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നിങ്ങളെ കണക്ട് ചെയ്യുന്നത്, ആ സമയത്ത് ആ രണ്ട് ഫോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് പോലെ പ്രകൃതിയിലുള്ള എല്ലാ ചീയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു. പക്ഷെ ചിലതിന് ചില സമയങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് പോലെ, ഇപ്പം നമുക്ക് രാവിലെ കഴിക്കാൻ ചോറിനേക്കാളും നമുക്ക് ഇഷ്ടം ടിഫിൻ ആയിരിക്കും. അപ്പോൾ രാവിലെ സമയത്ത് ചോറ് കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പക്ഷെ ഉച്ചയ്ക്ക് മസ്റ്റായിട്ട് ചോറ് വേണമെന്നുണ്ട്, ഇല്ലേ? എല്ലാം ഫുഡിന്റെ സോഴ്സ് തന്നെ ആണെങ്കിലും നമുക്ക് ഓരോ സമയങ്ങളിൽ ഇന്നത് കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിക്കുന്നത് പോലെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഈ ചീകളെ പല പേരിൽ വിളിക്കുന്നു, അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട്. ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ജിങ് നന്നായിരുന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, റീപ്രൊഡക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ദ evaluate process in the body, differentiation of the organs and growth are also traditionally concerned to reflect the action of ജിങ്. അതായത് നിങ്ങളുടെ വളർച്ച, ഓർഗന്റെ വളർച്ച, നിങ്ങളുടെ ബോൺ സ്ട്രക്ചർ തുടങ്ങി എല്ലാ സാധനങ്ങളും അതാത് പ്രായത്തിൽ അല്ലെങ്കിൽ അതാത് സമയങ്ങളിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവണമോ ആ ഗ്രോത്ത് പ്രോപ്പറായി നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ജിങ് നന്നായിരിക്കണം. ദ പ്രൈമറി ഓർ congenital Jing arises from the union of
parental life essence, and is that determines the growth and development of each individual and the nature of his or her particular constitutions. അതായത് ഇത് പ്യുവർലി വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ പാരൻസിന് കിട്ടുന്നതാണ്. ഓക്കെ, ഈ പാരൻസ് കിട്ടുന്ന എസൻസ് ആണ് നമ്മളുടെ ഗ്രോത്തും നമ്മളുടെ ബോഡി ഫങ്ഷന്റെ ഡെവലപ്മെന്റിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത് ഈ ജിങ്ങുമായിട്ടും അല്ലെങ്കിൽ പ്രീനാറ്ററൽ ചിയു ആയിട്ടാണ്. അപ്പോൾ ഈ പ്രീനാറ്ററൽ ചിയു ആയിട്ട് വരുന്ന നമ്മുടെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും, എക്സാമ്പിൾ എൻ്റെ ഒരു മുഖത്തിൻ്റെ രൂപം ആരെങ്കിലും പോയി തല്ലുകൊണ്ടാലും തൽക്കാലം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ സംഭവിച്ചാൽ മാറ്റാൻ പറ്റുന്നല്ലാതെ അതല്ലാത്ത കേസസിലൊക്കെ എൻ്റെ ആസച്ച് ആയിരിക്കും. അതേമാതിരി തന്നെ എനിക്കൊരു ഡിസീസ് ഫോഴ്സ് ആയിക്കോട്ടെ, അതല്ല എങ്കിൽ എനിക്കുണ്ടാവുന്ന ആ ഇമ്മ്യൂണിറ്റി പവർ ആയിക്കോട്ടെ, ഇത് പ്യോർലി വന്നിട്ട് നമ്മൾ ബീച്ചി ഷെൻചിനെ മാത്രം മറ്റേ എന്താ പറയുക ബീച്ചിയും ന്യൂട്രിറ്റി ചിയും മാത്രമായിട്ട് കണക്റ്റഡ് അല്ല, കുറേയൊക്കെ വന്നിട്ട് പ്രീ നാച്ചുറൽ ചിയു ആയിട്ടാണ്. അപ്പം ചില കാര്യങ്ങൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ അതിന് പ്രീ നാച്ചുറലായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതും. അങ്ങനെ പ്രീ നാച്ചുറൽ ചിയു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേജർ ഇഷ്യൂസ് എനിക്ക് ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് ചില കുട്ടികളിലൊക്കെ വന്നിട്ട് ബൈ ബർത്ത് തന്നെ ഐസൈറ്റ് ഇല്ല, അല്ലെങ്കിൽ മറ്റേ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ നമുക്ക് സുഖമായിട്ട് നീഡിൽ ചെയ്യുമ്പോൾ മാറുന്നുണ്ട്. അങ്ങനെ മാറിയ കേസസ് ഉണ്ട്. ആക്ച്വലി അത് വന്നിട്ട് മറ്റേ ആ കുട്ടിയുടെ ബൈ ബർത്ത് അല്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രീനാച്ചുറൽ ചീല് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, ഫിസിക്കലായിട്ടുള്ള ചീലാണ്. അങ്ങനെയുള്ള കേസസ് ഒക്കെ വന്നിട്ട് പലപ്പോഴും ഡോക്ടേഴ്സ് വന്നിട്ട് ഒരു കുട്ടി ജനിച്ച ശേഷം ഉണ്ടായ അസുഖങ്ങളെ പോലും ഇവരുടെ എന്താ പറയുക മറ്റേ നമ്മൾ കുറ്റം പറയാൻ പാടില്ല, പക്ഷേ ഇവരുടെ ടെക്നിക്കൽ നോഹോ അത്ര ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് പല കേസസിലും വന്നിട്ട് അവർ പറയാറുള്ളത് ബൈ ബർത്ത് എന്നാണ്. പക്ഷെ നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി, പക്ഷെ അത് ബൈ ബർത്ത് തന്നെ ഉള്ളതാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ബൈ ബർത്ത് തന്നെ സംസാരിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ബൈ ബർത്ത് തന്നെ കോങ്കണ്ണായിട്ട് വന്നിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ട് നീഡിൽ ചെയ്ത് അത് റെഗുലറായിട്ട് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, അത് ബൈ ബർത്ത് കൊണ്ടുള്ള ഇഷ്യൂസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അല്ലാണ്ട് പ്രീനാച്ചുറൽ ചീന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് ആ ഒരു കുട്ടിക്ക് ഒരു അസുഖമാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ TCMൽ പറയുന്നത് തന്നെ ജസ്റ്റ് മെയിൻ്റനൻസേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഫുള്ളായിട്ട് പറ്റത്തില്ല. ഇത് ഞാൻ പഠിച്ച TCMൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. ശരിയും തെറ്റുകളും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, നമുക്കിനി ഷെന്നൊക്കെ നെക്സ്റ്റ് ടൈം എടുത്താൽ പോരെ? ഇതുവരെയുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. പറഞ്ഞല്ലോ, അതിന്റെ ഡെഫിഷ്യൻസി വരുന്ന ഒരു രോഗത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രീ നാച്ചുറൽ വരുന്നതോ? ഇപ്പൊ ചില കുട്ടികൾ ജനിക്കുമ്പോ തന്നെ വിരൂപമായിട്ട് ജനിക്കാറില്ലേ? അതായത് മറ്റേ ശരീരത്തിന്റെ അവയവങ്ങൾ പ്രോപ്പർ ഇല്ലാതെ ജനിക്കാറില്ലേ? അങ്ങനത്തെ അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? പിന്നെ അത് കൂടാതെ ചില കുട്ടികൾ വന്നിട്ട് ജനിക്കുമ്പോ തന്നെ അവരുടെ ബ്രെയിൻ ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബോണിന് ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കുന്നത് തുടങ്ങി. അങ്ങനെ ഓട്ടിസം എല്ലാം അതിനകത്ത് പെടില്ല, ചിലത് മാത്രമേ പെടുത്തുള്ളൂ. ചിലത് വന്നിട്ട് ഓട്ടിസത്തിനകത്ത് ഒരു കോൺട്രവേഴ്സി സബ്ജക്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്, എന്നാലും എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. ഓട്ടിസം എല്ലാം ബൈ ബർത്ത് വരുന്നതല്ല. ചിലത് വന്നിട്ട് അതിനുശേഷം ഇടുന്ന ഇമ്മ്യൂണിറ്റി, നമ്മൾ കുറെ വാക്സിൻ എടുക്കുന്നുണ്ട് അല്ലേ? ഏതൊരു വാക്സിൻ ആണെങ്കിലും വാക്സിൻസ് എല്ലാം മോശമുള്ളതല്ല, പക്ഷെ എല്ലാ വാക്സിൻസും എല്ലാവർക്കും സെറ്റ് ആവത്തില്ല. 1,00,000 ഒരാൾക്കോ അല്ലെങ്കിൽ 10,00,000 10 പേർക്കോ വന്നിട്ട് 2 പേർക്കോ വന്നിട്ട് അതൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതുകൊണ്ടും നിറയെ ഓട്ടിസം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഓട്ടിസം ഒക്കെ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നിറയെ മാറ്റങ്ങൾ ആ കുട്ടിയിൽ 100% ആക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 90% ഒക്കെ വന്നിട്ട് നമുക്കത് റീകൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ബൈ ബർത്ത് തന്നെ പ്രീനാച്ചുറൽ ചീയുടെ എഫക്റ്റ് കൊണ്ട് വരുന്നതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്ര പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഈ വൈരുദ്ധ്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് അല്ലേ? അപ്പൊ അത് ബൈ ബർത്തിൽ വരുന്നത്, ബൈ ബർത്ത് തന്നെ വരുന്നതൊക്കെ വന്നിട്ട് നമുക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് മോഡേൺ മെഡിസിൻ പോയിട്ട് വല്ല
പ്ലാസ്റ്റിക് സർജറിയോ മറ്റൊക്കെ ചെയ്യാന്നേ ഉള്ളൂ. ഉം, ഉം. അതേ സമയത്ത് കോങ്കണ്ണ് ബൈ ബർത്ത് ആണെന്ന് പറയുന്നുണ്ട്, അത് അക്യുപഞ്ചറിൽ മാറാറുണ്ട്. അത് ആക്ച്വലി അപ്പോൾ അത് പ്രീ നാച്ചുറൽ ആയിട്ടുള്ള കോങ്കണ്ണ് അല്ല, മറിച്ച് ഉം. ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ചില ഇഷ്യൂസ് കൊണ്ടോ അതിന് ശേഷം ഉണ്ടായത് കൊണ്ടോ ഉണ്ടായതായിരിക്കാം. ഓക്കെ സർ. അതേമാതിരി തന്നെ കേൾവിയും അതേപോലെ തന്നെയാണ്. പ്രീ നാച്ചുറലായിട്ട് എഫക്ട് ചെയ്ത് വരുന്ന കേൾവിയാണെങ്കിൽ നമുക്ക് മാറ്റാൻ കുറച്ചേറെ ബുദ്ധിമുട്ടാണ്. അതല്ല ഡെലിവറി സമയത്തോ അതല്ലെങ്കിൽ അത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അത് പ്രീ നാച്ചുറൽ ചീനെ എഫക്ട് ചെയ്യാത്ത കേൾവി തകരാറാണെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ സർ. താങ്ക് യു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഒരുപാട് സ്ലോ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സർ. ഓക്കെ, ഞാൻ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് മാത്രം കുറച്ച് പതുക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഒരേ മാതിരി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോഴേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ഇത് ചെയ്യണമെന്ന്. മനസ്സിലാക്കാൻ കുറച്ചൊരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ സ്ലോവില് കൺഫ്യൂഷൻ പോകുന്നതാണ്. ഉള്ളത് ഒന്ന് അപ്പൊ തന്നെ ചോദിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ലീഡർ ഉണ്ട്, എനിക്ക് പേര് മറന്നുപോയി, മുർഷിദ മാം. മുർഷിദ മാം. അവരോട് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് നല്ല ബ്രില്യൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അവര് അതിനകത്ത് സോൾവ് ചെയ്തില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, കുഴപ്പമില്ല. കഴിയുന്നത് ക്ലാസ് ചോദ്യം എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ ഹബീബ് സാർ ചോദിച്ചതുപോലെ ചോദിച്ചു പോകുന്നതാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് ഒരെണ്ണം വെച്ചു അതിന്റെ സംശയം ഒരു വെച്ചിട്ട് സംശയം കൂടി പറഞ്ഞോളൂ സാറേ. ആ പിന്നെ ഈ മോഡേൺ മെഡിസിനിലെ പ്രതിരോധ ശക്തിയും നമ്മുടെ